ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഐ നോബഡി. നിസാം ബഷീറിൻ്റെ ഈ ഒരു ചിത്രം ആദ്യ പകുതി അതിഗംഭീരമെന്ന പേര് കേട്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് അത്ര പോരാ എന്നുള്ള പേര് വരികയും പിന്നീട് സിനിമയ്ക്ക് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്താൻ കഴിയാതെ വരികയും ചെയ്തു. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 1,88,00,000 രൂപ നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് ആദ്യ ദിനം നേടിയത് 3.5 കോടിയോളമാണ്. രണ്ടാം ദിനത്തിലെ കളക്ഷൻ വരുമ്പോൾ 1,265 ഷോകൾ സിനിമ കളിച്ചപ്പോൾ 50,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വമ്പൻ ഇടിവാണ്. 13% മാത്രമാണ് ഈ ഒരു വെള്ളിയാഴ്ച സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസി വന്നത്. ഇതുവരെ 89 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 1,20,00,000 രൂപയോളം ഇന്നും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫൈനൽ നേടാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 2 ദിവസം കൊണ്ട് 6 കോടി 5.5 കോടി ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ദിനങ്ങൾ. ഇതിനോടകം തന്നെ പ്രീസെയിലൂടെ 20 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക്. എന്താണേലും ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാളെയും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് പ്രിയങ്കരമാണ്. കെട്ടിയോളാണ് എൻ്റെ മാലാക, റോഷാക്ക് ചിത്രങ്ങൾ അത്ര ഉഗ്രനായിരുന്നുവെങ്കിൽ ഈ ഒരു സിനിമയുടെ തുടക്കവും അതിഗംഭീരമെന്നുള്ളത് തന്നെയാണ് ആദ്യ അഭിപ്രായങ്ങളിൽ പുറത്തു വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിന് ആ ഒരു രീതിയിലേക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സിനിമയെ പിന്നിലേക്ക് വലിക്കുന്നത്. ഒരു വമ്പൻ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഈ ഒരു സിനിമ പരാജയത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. കൂടുതൽ കളക്ഷൻ വാർത്തകൾ താല്പര്യമാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസോടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.